ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ചെയ്യുന്നത് രാത്രി 2 മണിക്കാണ് കേട്ടോ. രാത്രി 2 മണിക്ക് നമ്മൾ കൂന്തൽ പിടിക്കാൻ വേണ്ടി കടപ്പുറം പോയതായിരുന്നു. 2-3 വല വലിച്ചു നോക്കുമ്പോൾ നമുക്ക് കൂന്തൽ വളരെ കുറവാണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ആശാൻ പറഞ്ഞു നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കൂന്തൽ വലിക്കാം, അതുവരെ റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞ സമയത്താണ്, ആ റെസ്റ്റ് ടൈമിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എന്നെങ്കിലും കൂന്തൽ ചുട്ട് തിന്നിട്ടുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾ പഴം ചുട്ടു തിന്നിട്ടുള്ളവരാണോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വല വലിച്ച് നല്ല ടയേർഡായത് കൊണ്ടാകാം എല്ലാവർക്കും നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നു. നമ്മുടെ കയ്യിലാണെങ്കിൽ ആകെ ഉണ്ടായിരുന്നത് കുറച്ച് പഴം മാത്രമാണ്. അപ്പോൾ പഴം ചുട്ട് കഴിക്കാന്നുള്ളൊരു തീരുമാനത്തിലെത്തി പഴം ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആശാൻ പറഞ്ഞ് കൂന്തലും കൂടി എടുത്ത് ചുടണം. കൂന്തൽ നമ്മൾ ചുട്ട് കഴിക്കാത്തത് കൊണ്ട് എല്ലാവർക്കും അതൊരു കൗതുകമായിരുന്നു. അങ്ങനെ അവസാനം പഴവും കൂന്തലും റെഡി ആയതിനു ശേഷം നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതൊരു രക്ഷയില്ലാത്ത സാധനമാണ്. നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കഴിക്കാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അയക്കാൻ മറക്കരുത്. പഴം ചുട്ടത് ഉദ്ഘാടനം ചെയ്യണം. അടിപൊളി കഴിച്ചു. പക്ഷെ ഇത് കുറച്ചും കൂടി വേവാണ്ട്. ചൂടുണ്ട് കേട്ടോ. ഇതൊക്കെ തന്നെ പണ്ട് അടിപൊളിയായി. ഉള്ളവർക്ക് ഇത് അറിയില്ല. ഹോട്ടലിൽ പോയിട്ട് പിന്നെ കണ്ണിക്ക് കാരണം നോക്കിയിട്ടൊരു അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് പറഞ്ഞോ. നല്ല ടൈറ്റ് ആയില്ലേ? ആ അയ്യോ, കരിയും കളയാൻ പറ്റില്ല. ഇത് ചുറ്റ് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ്. ഇതാണ് കൂന്തൽ കേട്ടോ. കൂന്തൽ ചുട്ടുള്ളതാണ്. കഴിക്കണം. അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ടോ? അടിപൊളി. അപ്പൊ വിളിക്കാം. എനിക്ക് നേരത്തെ കിട്ടിയ തലയെടുത്ത് കരി നോക്കിട്ടാ. കരി വലിയ കരി ചെയ്യാൻ പ്ലാൻ ചെയ്ത് നാളെ സ്പെഷ്യല് എടാ, നമ്മള് ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കണം അല്ലേ? ടേസ്റ്റ് കുടിക്കാൻ വേറെ പ്രശ്നമുണ്ട്. കൂന്തൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിൽക്കാൻ നമുക്ക് കിട്ടൂല. നമ്മളെങ്ങനെ ചുട്ടു തിന്നോണ്ടിരിക്കും. അല്ല, എനിക്ക് വേണ്ട. ഞാൻ അത് ഫാറൂഖ് ഫാറൂഖാ, എങ്ങനെയുണ്ട്? അടിപൊളിയാ, സൂപ്പർ.
ഇത് കണ്ടിട്ട് പല ആളുകളും ഇനി ട്രൈ ചെയ്യൂട്ടെ. നമ്മളാണ് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഹോട്ടലിൽ നിന്നൊന്നും ഈ ടേസ്റ്റ് കിട്ടൂല.